കേരള സ്റ്റേറ്റ് ഓട്ടോ ടാക്സി ആൻഡ് ലൈറ്റ് മോട്ടേഴ്സ് വർക്കേഴ്സ് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജൂലൈ 24-ന് നടത്തുന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിന്റെ പ്രചരണാർത്ഥം ജൂലൈ 14, 15, 16 തീയതികളിൽ ജില്ലാതല സമര പ്രചരണ ജാഥയുടെ ഉദ്ഘാടനം 14-ന് രാവിലെ പറവൂരിൽ വച്ച് CITU ജില്ലാ സെക്രട്ടറി PR മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. ഇതുമായി ബന്ധപ്പെട്ട് നോർത്ത് പറവൂർ പ്രസ് ക്ലബിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി VA സക്കീർ ഹുസൈൻ, കാർ ഡ്രൈവേഴ്സ് യൂണിയൻ സെക്രട്ടറി TV രാജൻ, ഓട്ടോ ടാക്സി അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി PR പ്രസാദ്, ഡ്രൈവേഴ്സ് അസോസിയേഷൻ ട്രഷറർ EP സുരേഷ്, കമ്മിറ്റി മെമ്പർ PK സുരേന്ദ്രൻ എന്നിവർ മാധ്യമങ്ങളെ അറിയിച്ചു. ഞങ്ങൾ നാളെ രാവിലെ ഇവിടെ നിന്നും ഒരു വാഹന പ്രചരണ ജാഥ ആരംഭിക്കുന്നു. ആ ജാഥയിൽ പ്രധാനമായും ഉയർത്തുന്ന മുദ്രാവാക്യം ഓട്ടോ ടാക്സി രംഗത്ത് അടിയന്തരമായി നിരക്ക് വർദ്ധിപ്പിച്ച് ലഭിക്കണം എന്ന ആവശ്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജൂലൈ മാസം 24-ാം തീയതി സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തുക. സംസ്ഥാനത്തെ മുഴുവൻ ഓട്ടോ ടാക്സി ലൈറ്റ് മോട്ടോർ രംഗത്ത് പണിയെടുക്കുന്ന മുഴുവൻ തൊഴിലാളികളും പങ്കെടുത്തുകൊണ്ടുള്ള ഒരു സെക്രട്ടേറിയറ്റ് മാർച്ച് സംഘടിപ്പിക്കുക. ഇതിൽ പ്രധാനമായും ഉയർത്തുന്ന മുദ്രാവാക്യം ഇന്ധന വില വർധനവിന്റെ അടിസ്ഥാനത്തിൽ മീറ്റർ ചാർജ് പുതുക്കി നിശ്ചയിക്കണം എന്നാണ്. 2022 ഏറ്റവും ഒടുവിൽ 2022 ഏപ്രിൽ മാസത്തിലാണ് ചാർജ് വർദ്ധിപ്പിച്ചത്. അതിനുശേഷം ഓട്ടോറിക്ഷ ടാക്സി രംഗത്ത് ചാർജ് വർധന ഉണ്ടായിട്ടില്ല. അപ്പോൾ ഏകദേശം 4 വർഷക്കാലം പിന്നിട്ടിരിക്കുന്നു. ഇതിനിടയിൽ പെട്രോളിനും ഡീസലിനും അനിയന്ത്രിതമായി വില കൂടി. പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ പെട്രോളിന്റെയും ഡീസലിന്റെയും വില ഓരോ ദിവസവും കൂടി. ഇപ്പോൾ എത്തി നിൽക്കുന്ന ഈ വിലയുടെ അടിസ്ഥാനത്തിൽ ഓട്ടോ ടാക്സി തൊഴിലാളികൾക്ക് മുന്നോട്ട് പോകാനാവില്ല. അതുകൊണ്ട് ചാർജ് വർദ്ധിപ്പിച്ച് ലഭിക്കണം. ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രിക്ക് നിവേദനം കൊടുത്തിരുന്നു. അദ്ദേഹം നിവേദനം വാങ്ങി പരിഹരിക്കാമെന്ന് പറഞ്ഞിട്ടും ഇതുവരെ ഒരു ചർച്ച നടത്തുവാൻ സന്നദ്ധമായിട്ടില്ല. സിറ്റി വോയിസ് ന്യൂസ് ബ്യൂറോ, നോർത്ത് പറവൂർ.